പലതരം കള്ളന്മാരെക്കുറിച്ച് അറിഞ്ഞിട്ടും കേട്ടിട്ടുമുണ്ട്. എന്നാൽ ഇനി പറയുന്നത് ഇക്കഴിഞ്ഞ ദിവസം പിടിയിലായ ഒരു പ്രത്യേകതരം കള്ളനെക്കുറിച്ചാണ്. കള്ളൻ എന്നൊന്നും വിളിച്ചാൽ പോരാ, വിമാനത്തിൽ പറന്ന് സ്വർണവും പണവും മോഷ്ടിക്കുന്ന പെരുങ്കള്ളനാണ് പിടിയിലായത്. ഡൽഹിയിൽ പഹാഡ്ഗഞ്ചിൽ നിന്നാണ് രാജേഷ് കപൂർ എന്ന 40-കാരൻ പോലീസിന്റെ ദിവസങ്ങൾ നീണ്ട നിരീക്ഷണത്തിനൊടുവിൽ പിടിയിൽ വീണത്. ഇനി രാജേഷ് കപൂർ നടത്തിയ മോഷണം എന്തെന്ന് എന്നല്ലേ? രാജ്യത്തുടനീളം വിമാനയാത്ര നടത്തി വിമാനത്തിലെ സഹയാത്രികരുടെ സ്വർണവും പണവും മോഷ്ടിച്ചു. ഇങ്ങനെ കിട്ടിയ മോഷണം മുതൽ കൊണ്ട് ഡൽഹിയിൽ ഒരു ഗസ്റ്റ് ഹൗസ് തുടങ്ങി. 2 യാത്രക്കാരുടെ പരാതിയിലാണ് ഡൽഹി പോലീസ് ശാസ്ത്രീയമായി 2 മാസത്തോളം അന്വേഷിച്ച രാജേഷ് കപൂറിനെ വലയിലാക്കിയത്. കഴിഞ്ഞ വർഷമാണ് ഒട്ടുമുക്കാൽ മോഷണവും നടത്തിയത്. 110 ദിവസങ്ങളിലായി ഇതിനായി രാജേഷ് കപൂർ നടത്തിയത് 200 വിമാനയാത്രകളായിരുന്നു. വിമാനത്തിലെ ലഗേജ് ക്യാമ്പിൽ നിന്ന് തന്ത്രപൂർവ്വം സ്വർണവും പണവും അടങ്ങിയ ബാഗുകൾ കവരുന്നതായിരുന്നു രാജേഷ് കപൂറിന്റെ മോഷണ രീതി. എന്തായാലും 200 യാത്രകളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണവും പണവുമാണ് രാജേഷ് കൈക്കലാക്കിയത്. ഡൽഹിയിൽ ഹോട്ടലും ഗസ്റ്റ് ഹൗസും ഒക്കെയായി വാങ്ങാൻ ചില്ലറ തുകയൊന്നും മതിയാകില്ലെന്ന് നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ ലക്ഷങ്ങളും ദശലക്ഷങ്ങളുമല്ല, ദശകോടികളായിരിക്കണം ഇങ്ങനെ രാജേഷ് കട്ടെടുത്ത് സമ്പാദിച്ചത്. പരാതി നൽകിയതിൽ ഒരാൾ ഹൈദരാബാദിൽ നിന്ന് കഴിഞ്ഞ മാസം ഡൽഹിയിലേക്ക് യാത്ര ചെയ്ത ഒരു സ്ത്രീയാണ്. വിമാനത്തിലെ ക്യാബിനിൽ വെച്ചിരുന്ന ബാഗിൽ നിന്ന് 7 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയെന്നായിരുന്നു പരാതി. അമേരിക്കയിൽ നിന്ന് വന്ന മറ്റൊരാൾ ക്യാബിൻ ബാഗിൽ നിന്ന് 20 ലക്ഷം രൂപയുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷണം പോയെന്നും പരാതി നൽകി. ഈ 2 പരാതികളിലാണ് ഡൽഹി പോലീസ് അന്വേഷണം തുടങ്ങിയതും രാജേഷിലേക്ക് എത്തിയതും. വളരെ ബുദ്ധിപരമായാണ് കഴിഞ്ഞ കാലം അത്രയും രാജേഷ് കപൂർ മോഷണം നടത്തിയതെന്ന് അന്വേഷണങ്ങൾ തെളിഞ്ഞിട്ടുണ്ട്. അന്വേഷണത്തെ അത്രമേൽ സങ്കീർണമാക്കിയതും രാജേഷിന്റെ ബുദ്ധിപരമായ കവർച്ചാ രീതികളായിരുന്നു. വിമാന കമ്പനികളെയും അന്വേഷണ ഉദ്യോഗസ്ഥരെയും എല്ലാം വിദഗ്ധമായി പറ്റിക്കാൻ രാജേഷ് ഉപയോഗിച്ചത് മരിച്ചുപോയ സഹോദരന്റെ ഐഡന്റിറ്റി കാർഡുകളും. ഇവ ഉപയോഗിച്ചാണ് ഓരോ യാത്രയ്ക്കും ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. ഓരോ യാത്രയിലും കവർച്ചയ്ക്ക് ലക്ഷ്യമിട്ടത് പ്രധാനമായും പ്രായമായ സ്ത്രീകളെയായിരുന്നു. ഹാൻഡ് ബാഗുമായി വരുന്ന പ്രായമായ സ്ത്രീകൾ അത്ര പെട്ടെന്ന് മോഷണം കണ്ടുപിടിക്കില്ലെന്നാണ് രാജേഷ് കപൂർ വിചാരിച്ചിരുന്നത്. ലക്ഷ്യമിടുന്ന യാത്രക്കാരെ അല്ലെങ്കിൽ യാത്രക്കാരിയുടെ പെരുമാറ്റവും രീതികളുമെല്ലാം വിമാനത്തിൽ കയറും മുൻപ് തന്നെ രാജേഷ് നിരീക്ഷിക്കും. പിന്നീട് ഇവരെ പിന്തുടരും. ഇവരുടെ ബാഗേജ് ഡിക്ലറേഷൻ സ്ലിപ്പിൽ പറയുന്ന കാര്യങ്ങൾ തന്ത്രത്തിൽ മനസ്സിലാക്കിയെടുക്കും. മിക്കവാറും ബോർഡിംഗ് ഗേറ്റിൽ വെച്ചാണ് ഇതെല്ലാം രാജേഷ് ചെയ്യുക. ബോർഡിംഗ് സമയത്തെ തിരക്കും ബഹളവും ഇയാൾ നന്നായി മുതലെടുത്തിരുന്നു. നോട്ടമിട്ട് വെച്ച ബാഗുകളും മറ്റും യാത്രക്കാർക്ക് ക്യാബിനിൽ വയ്ക്കുന്നതും സീറ്റിലിരിക്കുന്നതുമെല്ലാം രാജേഷ് നോട്ട് ചെയ്തിരുന്നു. യാത്രക്കാർ എല്ലാവരും സീറ്റുകളിൽ ഇരുന്നു കഴിഞ്ഞാൽ ലക്ഷ്യമിട്ട യാത്രക്കാരുടെ സീറ്റിനടുത്ത സീറ്റിലേക്ക് മാറിയിരിക്കാൻ രാജേഷ് ക്യാബിൻ ക്രൂവിന്റെ സമ്മതം തേടും. തുടർന്ന് അങ്ങനെ മാറിയിരുന്ന ശേഷം ക്യാബിനിൽ സ്വന്തം ബാഗ് വയ്ക്കാൻ ശ്രമിക്കും. അതിനിടയിൽ കൈക്കലാക്കേണ്ട ബാഗ് കൈക്കലാക്കിയിരിക്കും. ചിലപ്പോൾ വിമാനത്തിൽ കയറിയ യാത്രക്കാർ സീറ്റിലിരിക്കാനായി ശ്രമിക്കുന്ന സമയത്തിനുള്ളിൽ അവർ ക്യാബിൽ വെച്ച ബാഗ് കൈക്കലാക്കും. എന്തായാലും ഒരാളെ ലക്ഷ്യമിട്ട് കഴിഞ്ഞാൽ വിമാനം പുറപ്പെട്ട് ലാൻഡ് ചെയ്ത് യാത്രക്കാർ പുറത്തിറങ്ങുന്നതിന് മുൻപ് അവരുടെ ബാഗ് കവർന്നിരിക്കുമെന്നതായിരുന്നു രാജേഷ് കപൂറിന്റെ സ്ഥിരം രീതി. ബാഗുകൾ നഷ്ടപ്പെട്ടതായി നിരവധി പരാതികൾ ഉയർന്നിരുന്നു. വ്യാജരേഖകളും സഹോദരന്റെ രേഖകളുമായും ഒക്കെയാണ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിരുന്നത് എന്നതിനാൽ പലപ്പോഴും രാജേഷ് കപൂർ പോലീസിന്റെ കയ്യിൽ നിന്ന് വഴുതി പോവുകയായിരുന്നു. ഇപ്പോൾ അറസ്റ്റിലേക്ക് നയിച്ച പരാതിക്കാസ്പദമായ സംഭവങ്ങൾ ഉണ്ടായത് ഇക്കഴിഞ്ഞ ഏപ്രിൽ 11-നും ഫെബ്രുവരി 2-നുമാണ്. അമേരിക്കയിൽ നിന്ന് വന്ന യാത്രക്കാരൻ അമൃത്സറിൽ നിന്ന് ഡൽഹിയിലേക്ക് പറക്കുന്നതിനിടെയാണ് കവർച്ചയ്ക്കിരയായത്. പരാതിയുടെ ഗൗരവം തിരിച്ചറിഞ്ഞ പോലീസ് 100-ലേറെ CCTV ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചു. ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഉപയോഗിച്ച ഫോൺ നമ്പർ വ്യാജമാണെന്ന് കണ്ടെത്തിയതോടെ ടവറും ലൊക്കേഷനും എല്ലാം പരിശോധിച്ച് ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ യഥാർത്ഥ നമ്പറും കണ്ടെത്തി. ഇതിനെ പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് രാജേഷ് കപൂർ ഡൽഹിയിലെ പഹാഡ്ഗഞ്ചിൽ താമസിക്കുന്നതായി കണ്ടെത്തിയതും പോലീസ് എത്തിയതും. ചോദ്യം ചെയ്യലിൽ നിരവധി കവർച്ചാ കേസുകൾ ഇയാൾ സമ്മതിച്ചു. കവർച്ചയിലൂടെ കിട്ടിയ പണം പല വഴിക്ക് ചെലവാക്കിയെന്നും പറഞ്ഞു. മറ്റു ചില കേസുകളിൽ കൂടി ഇയാൾ പ്രതിയാണെന്ന് ചോദ്യം ചെയ്യലിൽ പോലീസ് കണ്ടെത്തുകയും ചെയ്തു. മോഷ്ടിച്ചുണ്ടാക്കിയ പണം ഉപയോഗിച്ച ഡൽഹി പഹാഡ്ഗഞ്ചിൽ റിക്കി ഡീലക്സ് എന്ന പേരിൽ ഗസ്റ്റ് ഹൗസ് തുടങ്ങിയിരുന്നു. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഈ ഗസ്റ്റ് ഹൗസിലെ 3-ാം നിലയിലെ റൂമിലായിരുന്നു രാജേഷ് കപൂറിന്റെ താമസവും. ഡൽഹിയിൽ തന്നെ ഒരു മൊബൈൽ റിപ്പയർ ഷോപ്പും രാജേഷിനുണ്ടായിരുന്നു. ഡൽഹി കൂടാതെ ചെന്നൈ, ഹൈദരാബാദ്, ചണ്ഡീഗഡ്,
ബംഗളൂരു, മുംബൈ, അമൃത്സർ വിമാനത്താവളത്തിലൂടെയാണ് ഈ പറക്കും കള്ളൻ മോഷണത്തിനായി യാത്രകൾ നടത്തിയിരുന്നത്. പഹാഡ്ഗഞ്ചിലെ മുറിയിൽ നിന്ന് കിലോ കണക്കിന് സ്വർണവും വെള്ളിയും പിടിച്ചെടുത്തിട്ടുണ്ട്. വലിയൊരളവ് സ്വർണം ഡൽഹി കരോൾ ബാഗിലെ ശരത് എന്ന സ്വർണ വ്യാപാരിക്ക് വിറ്റതായും രാജേഷ് കപൂർ സമ്മതിച്ചിട്ടുമുണ്ട്.